ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ നമ്മൾ അച്ഛൻ്റെ തിമിരത്തിൻ്റെ സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ചെക്കപ്പിന് വേണ്ടി പോവാണ്. അപ്പോൾ 9 മണിക്ക് എത്താനാണ് പറഞ്ഞത്. ഞങ്ങളാരാ മക്കൾ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ വണ്ടിയൊക്കെ പെട്രോൾ അടിച്ച് ഫുള്ളാക്കി. എൻ്റെ കാല് ഞാൻ എന്തിനാണ് കാണിക്കുന്നതെന്ന് അറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ ചെരുപ്പ് വാങ്ങാൻ പോയിൻ്റെ വീഡിയോ ഇട്ടു. പക്ഷേ ചെരുപ്പ് ഏതാണെന്ന് കാണിച്ചിരുന്നില്ലല്ലോ. ഇതാണ് ചെരുപ്പ്, എങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ നമ്മളിങ്ങനെ പോണ വഴിക്ക് എനിക്ക് മൂക്കുത്തി മാറാനൊരു മോഹം. ഞാൻ ആദ്യം ഇട്ട മൂക്കുത്തി മാറ്റിയിട്ട് എൻ്റെ വേറൊരു വലിയ മൂക്കുത്തി എടുത്തിട്ടു. അത് വണ്ടിയിലിരുന്ന് ചെയ്യുന്ന റിസ്ക് ആണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ആ റിസ്ക് എനിക്ക് ഏറ്റെടുക്കാൻ തോന്നി. ഞാൻ റിസ്ക് ഏറ്റെടുത്ത് ആ മൂക്കുത്തി അങ്ങ് ചേഞ്ച് ചെയ്തു. പിന്നെ ദേവൻ മുന്നിലൊരു ബസ് പോകുന്നുണ്ട്. ആ ബസ് കണ്ടിട്ട് അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ദേവൻ്റെ കാലിലൊരു മുറിവ്, അത് വാവു ആണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിന്. അപ്പം അതിങ്ങനെ വാവു വാവു എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു വിരലും കൊണ്ട് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ കാണിക്കും. ആ വാവു എന്ന് പറയണൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ ആശുപത്രി എത്തി. അച്ഛനത് അങ്ങോട്ട് കയറി, ഞങ്ങൾ പുറകെ പോന്നു. അവിടെ പോയിട്ട് നേരെ അവിടുത്തെ റിസപ്ഷനിലേക്ക് പോയി. റിസപ്ഷനിൽ ചെന്നിട്ട് അച്ഛൻ്റെ പേര് പറഞ്ഞു കൊടുത്തപ്പം അച്ഛനൊരു റൂമിലേക്ക് വിളിച്ചു. ആ റൂമിൽ കയറിയിട്ട് പിന്നെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ദേവൻ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ദേവൻ ഇതിലൂടെയൊക്കെയോ നടക്കുന്നുണ്ട്. പുറത്തേക്ക് വെയിലൊക്കെയാണ് അവൻ പോണത്. പിന്നെ പോയി പിടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് അച്ഛൻ ഇറങ്ങി. ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഇന്ന് വീട്ടിൽ നെയ്ച്ചോറും ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മുടി അഴിച്ചൊന്ന് കെട്ടാമെന്ന് വിചാരിച്ചപ്പം ദേവൻ എൻ്റെ മുടി ഇടുന്ന ആ സാധനം വേണം, അതും പിടിച്ചാണ് കളി. പിന്നെ വീട്ടിലെത്തി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി സവോള വഴറ്റാണ്. അങ്ങനെ ചിക്കൻ അമ്മ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കി. ഞാൻ ചിക്കൻ കറി അടുപ്പിലാക്കി. നെയ്ച്ചോറ് എല്ലാം റെഡിയാക്കി. അത് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തില്ല. ഞാൻ എപ്പോഴും കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറക്കും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞാനും അനിയനും അക്ഷയയിലേക്ക് പോയി. അക്ഷയയിലേക്ക് ഞാൻ മാത്രമാണ് പോയത്, അനിയൻ ജോലിക്ക് പോയി. അങ്ങനെ പി എഫിൻ്റെ ഒരു കാര്യം റെഡിയാക്കാൻ വേണ്ടി വന്നായിരുന്നു. പി എഫ് ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് കിട്ടൂല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഓരോ തവണ പോകുമ്പോഴും ഓരോരോ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാവുന്നത്. ലേറ്റ് ആവാനുള്ള ഓരോ കാര്യങ്ങളാണ് എൻ്റെ പി എഫിൽ സംഭവിക്കുന്നത്. അങ്ങനെ തിരിച്ച് KSRTC ബസ്സിൽ പോകുന്നു. 2 പൂച്ചകളെ കണ്ടപ്പോൾ അതിനെ വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ വീടെത്തി.